ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടനിലെ മതചരിത്രത്തിൽ ഒരു വലിയ പേരുണ്ട്. തൻ്റെ ജീവിതം മുഴുവനും ബൈബിളിൻ്റെ വാക്കുകളെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി മാറ്റിവെച്ച ഒരു മനുഷ്യൻ. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തിന് വെളിച്ചം പകർന്ന ഒരു വൈദികൻ. അദ്ദേഹമാണ് മാത്യു ഹെൻറി. ഒരു ദുരന്തത്തിലും തളരാത്ത മനസ്സും ലാളിത്യത്തിൽ വിശ്വസിച്ച ഒരു ഹൃദയവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൻ്റെ തൂലികയിലൂടെ അദ്ദേഹം ലോകത്തിന് നൽകിയത് ഇന്നും ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന ഒരു വലിയ അറിവിൻ്റെ ശേഖരമാണ് എക്സ്പോസിഷൻ ഓഫ് ദ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെൻറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാത്യു ഹെൻറിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, ആത്മീയമായ ഉൾക്കാഴ്ചകൾ, നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിലൂടെ ഒരുമിച്ചൊന്ന് യാത്ര ചെയ്യാം. 1662 ഒക്ടോബർ 18 വെയിൽസിലെ ഫ്ലിൻഷെയറിലാണ് മാത്യു ഹെൻറി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഫിലിപ്പ് ഹെൻറി ഒരു നോൺ കൺഫോമിസ്റ്റ് പാസ്റ്റർ ആയിരുന്നു. എന്താണ് ഈ നോൺ കൺഫോമിസ്റ്റ് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അതിനെ ലളിതമായി പറഞ്ഞാൽ, ബ്രിട്ടനിലെ ഔദ്യോഗിക സഭയായ ആംഗ്ലിക്കൻ സഭയുടെ നിയമങ്ങളും രീതികളും അനുസരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെയാണ് നോൺ കൺഫോമിസ്റ്റ് എന്ന് വിളിച്ചിരുന്നത്. അവർ സ്വന്തം വിശ്വാസപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തങ്ങളുടെ ആരാധനകൾക്കായി അവർ സ്വന്തമായി ചെറിയ പള്ളികളും കൂട്ടായ്മകളും ഉണ്ടാക്കി. മാത്യു ഹെൻറിയുടെ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ തൻ്റെ ഭവനത്തിൽ വെച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും നടന്നിരുന്നത്. ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഹെൻറിക്ക് പഠനത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. 1680 അദ്ദേഹം ലണ്ടനിലെ ഗ്രേസ് ഇൻ എന്ന സ്ഥാപനത്തിൽ നിയമം പഠിക്കുവാൻ ചേർന്നു. നിയമം പഠിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവനും ദൈവവചനത്തിലായിരുന്നു. തൻ്റെ പിതാവിനെ പോലെ ഒരു വൈദികനാകണമെന്ന് അദ്ദേഹം വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. 1687 അദ്ദേഹം ചെസ്റ്ററിലേക്ക് മടങ്ങി. അവിടെ ഒരു വൈദികനായി തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് വ്യക്തവും ലളിതവുമായ ഒരു ശൈലി ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രസംഗ വിഷയങ്ങളായി ഏറ്റവും ലളിതവും ഏറ്റവും അത്യാവശ്യവുമായ സത്യങ്ങൾ തിരഞ്ഞെടുക്കുക, അവയെ കൂടുതൽ ലളിതമാക്കാൻ ശ്രമിക്കുക എന്ന് അദ്ദേഹം വിശ്വസിച്ചു. മാത്യു ഹെൻറിയുടെ ജീവിതം ദുരന്തങ്ങളില്ലാത്ത ഒരു സുന്ദരമായ യാത്രയായിരുന്നില്ല. 1687 അദ്ദേഹം കാതറിൻ ഹാർഡ്വെയറിനെ വിവാഹം കഴിച്ചു. പക്ഷേ 2 വർഷത്തിന് ശേഷം കാതറിൻ മരിച്ചു. ആ ദുരന്തം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും ആ വേദനയിൽ നിന്ന് മുക്തനായി 1690 മേരി വാർബൾട്ടിനെ വിവാഹം കഴിച്ചതോടെ അദ്ദേഹം പുതിയൊരു ജീവിതം ആരംഭിച്ചു. അദ്ദേഹത്തിനും മേരിക്കും 9 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ 4 കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. ഇതൊരു പിതാവിൻ്റെ ഹൃദയത്തെ എത്രത്തോളം തളർത്തുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 1697 അദ്ദേഹത്തിന് ആൻ എന്ന ഒരു മകൾ ജനിച്ചു. ഈ കുഞ്ഞ് 1698 മീസിൽസ് ബാധിച്ചു മരണപ്പെട്ടു. ഇത് അദ്ദേഹത്തിൻ്റെ 4ാമത്തെ കുട്ടിയുടെ മരണമായിരുന്നു. ഈ കടുത്ത വേദനകളെല്ലാം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ കൂടുതൽ ദൃഢമാക്കുകയാണ് ചെയ്തത്.
തൻ്റെ നഷ്ടപ്പെട്ട കുട്ടികളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതികളിൽ അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചു. ഈ അനുഭവങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബൈബിൾ വ്യാഖ്യാനങ്ങളിൽ ആഴമേറിയതും ഹൃദയസ്പർശിയുമായ ഉൾക്കാഴ്ചകൾക്ക് വഴിമരുന്നിട്ടത്. 1687 മുതൽ 1712 വരെ മാത്യു ഹെൻറി ചെസ്റ്ററിലെ സഭയിൽ ശുശ്രൂഷ ചെയ്തു. പക്ഷേ ലണ്ടനിലെ സഭകൾക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് അറിയാമായിരുന്നു. 1698 അദ്ദേഹം ലണ്ടനിലേക്ക് തൻ്റെ ആദ്യത്തെ പ്രഭാഷണ യാത്ര നടത്തി. ഈ യാത്രയിൽ അദ്ദേഹം നാൻറ്റ്വിച്ച്, ന്യൂകാസിൽ, ലിച്ച്ഫീൽഡ് തുടങ്ങിയ പല പട്ടണങ്ങളിലും പ്രസംഗിച്ചു. 1704 അദ്ദേഹം ഭാര്യ മേരിയോടൊപ്പം വീണ്ടും ലണ്ടനിലേക്ക് യാത്ര ചെയ്തു. ഈ യാത്രയിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കൂടുതൽ വഷളാകുന്നത്, ദുർബലമാകുന്നത്. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. എന്നിട്ടും അദ്ദേഹം പ്രസംഗം തുടർന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം 3 ആഴ്ചയോളം പനി പിടിച്ച് കിടപ്പിലായി. എങ്കിലും ഹെൻറിക്ക് ലണ്ടനോടുള്ള ബന്ധം വർദ്ധിക്കുകയുണ്ടായി. 1712 തൻ്റെ പ്രധാന രചനയായ ബൈബിൾ വ്യാഖ്യാനം പ്രസിദ്ധീകരിക്കുവാൻ എളുപ്പത്തിനായി അദ്ദേഹം ലണ്ടനിലെ ഹാക്നിയിലേക്ക് താമസം മാറ്റി. അവിടെ അദ്ദേഹം ഒരു ചെറിയ സഭയുടെ ശുശ്രൂഷ ഏറ്റെടുത്തു. അതേസമയം ചുറ്റുമുള്ള പ്രദേശങ്ങളിലും അദ്ദേഹം പ്രഭാഷണങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. മാത്യു ഹെൻറിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭാവന അദ്ദേഹത്തിൻ്റെ ദ എക്സ്പോസിഷൻ ഓഫ് ദി ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് എന്ന 6 വാല്യങ്ങളുള്ള ബൈബിൾ വ്യാഖ്യാനമാണ്. 1708 1710 ഇടയിലാണ് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇത് വെറുമൊരു അക്കാഡമിക് പുസ്തകമായിരുന്നില്ല, മറിച്ച് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു ആത്മീയ വഴികാട്ടിയായിരുന്നു. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. അറിവിൻ്റെ വലിയ ശേഖരം. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളെയും വാക്യങ്ങളെയും ലളിതമായ ഭാഷയിൽ അദ്ദേഹം വിശദീകരിച്ചു. ഇത് വായിക്കുന്ന ഒരാൾക്ക് ബൈബിൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവൃത്തിയിലുള്ള വിശ്വാസം. ഈ പുസ്തകം വെറും അറിവിന് വേണ്ടിയുള്ള പുസ്തകമായിരുന്നില്ല. ഓരോ അധ്യായത്തിൻ്റെയും അവസാനം ആ ഭാഗം എങ്ങനെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ആഴമേറിയ ഉൾക്കാഴ്ച. വാക്കുകൾ ലളിതമായിരുന്നു എങ്കിലും ആ പുസ്തകത്തിലെ ആശയങ്ങൾ വളരെ ആഴമുള്ളതായിരുന്നു. വേദനയുടെയും ദുഃഖത്തിൻ്റെയും സമയങ്ങളിൽ പോലും വിശ്വാസം എങ്ങനെ നിലനിർത്താം എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ മഹത്തായ രചനയുടെ പൂർത്തീകരണം മാത്യു ഹെൻറിയുടെ മരണശേഷമാണ് നടന്നത്. പഴയ നിയമവും പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ റോമാലേഖനം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം തൻ്റെ സുഹൃത്തുക്കളായ 13 വൈദികരാണ് പൂർത്തിയാക്കിയത്. അതിനായി അവർ മാത്യു ഹെൻറിയുടെ പ്രഭാഷണ കുറിപ്പുകളും ഉപയോഗിച്ചു. മാത്യു ഹെൻറിയുടെ വ്യാഖ്യാനങ്ങൾ ഇന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കിടയിൽ പ്രശസ്തമാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പല പ്രമുഖരെയും സ്വാധീനിച്ചിട്ടുണ്ട്. പ്രശസ്ത പ്രഭാഷകരായ ജോർജ് വൈറ്റ്ഫീൽഡ്, ചാൾസ് സ്പർജൻ എന്നിവർ ഹെൻറിയുടെ വ്യാഖ്യാനങ്ങളെ വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. വൈറ്റ്ഫീൽഡ് ഈ പുസ്തകം 4 തവണ വായിച്ചിട്ടുണ്ടത്രേ. മാത്യു ഹെൻറിയുടെ പ്രശസ്തമായ ഒരു ഉദ്ധരണി എന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടുള്ളതാണ്. ബൈബിളിലെ ഹവ്വയെ സൃഷ്ടിക്കുന്ന കഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഉദ്ധരണി. ഈ ഉദ്ധരണി ഇപ്രകാരമാണ്: ആദാമിൻ്റെ തലയിൽ നിന്നല്ല സ്ത്രീയെ സൃഷ്ടിച്ചത്, അവനെ ഭരിക്കാനല്ല. അവൻ്റെ കാലിൽ നിന്നുമല്ല, അവളാൽ ചവിട്ടി മെതിക്കപ്പെടാനുമല്ല. മറിച്ച്
അവൻ്റെ ശരീരത്തിൻ്റെ വശം ചേർന്നുള്ള വാരിയെല്ലിൽ നിന്നാണ് അവനോടൊപ്പം തുല്യയായിരിക്കാനും അവൻ്റെ കൈക്കീഴിൽ സംരക്ഷിക്കപ്പെടാനും എന്ന അർത്ഥത്തിൽ അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് സ്നേഹിക്കപ്പെടാനും വേണ്ടി. എത്ര മനോഹരമായൊരു ഉദ്ധരണി! കുടുംബജീവിതത്തിൽ ഏറെ ശക്തി നൽകുന്ന, ബന്ധങ്ങൾക്ക് ദൃഢത നൽകുന്ന ഒരു ഉദ്ധരണി. 1713 മാത്യു ഹെൻറിയുടെ ആരോഗ്യം കൂടുതൽ മോശമായി. അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എങ്കിലും അദ്ദേഹം തൻ്റെ പ്രഭാഷണങ്ങളും എഴുത്തും തുടർന്നുകൊണ്ടേയിരുന്നു. 1714 ജൂൺ 21 അദ്ദേഹം ചെസ്റ്ററിനടുത്തുള്ള ഒരു പ്രസംഗ പര്യടനത്തിലായിരുന്നു. യാത്രാമധ്യേ അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വീണു. എങ്കിലും തനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. പക്ഷെ അടുത്ത ദിവസം, അതായത് 1714 ജൂൺ 22 അദ്ദേഹം നാൻറ്റ്വിച്ചിൽ വച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു യാത്രയുടെ നടുവിൽ താൻ സ്നേഹിച്ച ദൈവത്തിൻ്റെ സന്ദേശം പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ 51 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. മാത്യു ഹെൻറിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മകനായ ഫിലിപ്പ് ഹെൻറിയുടെ ജീവചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിച്ചത് മാത്യു ഹെൻറി എന്ന ഒരു വലിയ സുവിശേഷ പ്രവർത്തകൻ്റെ, ഒരു വലിയ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചില പാഠങ്ങളെക്കുറിച്ചാണ്. ഈ പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പോലെ തന്നെ ലളിതവും എന്നാൽ ശക്തവുമാണ്. നമുക്ക് ആദ്യത്തെ പാഠത്തിൽ നിന്ന് തുടങ്ങാം. ഒന്നാമത്തെ പാഠം: വിശ്വാസം ദുരന്തങ്ങളിൽ തകരുന്ന ഒന്നല്ല. മാത്യു ഹെൻറിയുടെ ജീവിതം ദുരന്തങ്ങൾ നിറഞ്ഞതായിരുന്നു. നമ്മൾ പഠിച്ചു. 4 കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. ഇതൊരു സാധാരണ മനുഷ്യനെ മാനസികമായി തളർത്താൻ മതിയായതാണ്. പക്ഷേ ഈ വേദനയുടെ നിമിഷങ്ങളിൽ പോലും അദ്ദേഹം ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം വേദനയുടെ തീച്ചൂളയിൽ കൂടുതൽ തിളക്കമുള്ളതായി മാറി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വിശ്വാസം സുഖമുള്ള ജീവിതത്തിനുള്ള ഒരു ഇൻഷുറൻസ് പോളിസി അല്ല എന്നാണ്. മറിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ഒരു ആന്തരിക ശക്തിയാണ്. രണ്ടാമത്തെ പാഠം, ലാളിത്യമാണ് ഏറ്റവും വലിയ ശക്തി എന്നാണ്. മാത്യു ഹെൻറി തൻ്റെ പ്രഭാഷണങ്ങളിലും തൻ്റെ രചനകളിലും സങ്കീർണമായ വാക്കുകളോ വാക്യങ്ങളോ ഉപയോഗിച്ചിട്ടില്ല. ഏറ്റവും ലളിതമായ സത്യങ്ങൾ അവ തിരഞ്ഞെടുത്ത് അവയെ കൂടുതൽ ലളിതമാക്കാൻ ശ്രമിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി. ഈ ലാളിത്യം കാരണമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അറിവ് ആത്മാർത്ഥതയോടെയും ലാളിത്യത്തോടെയും പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ് അതിന് കൂടുതൽ ശക്തി ഉണ്ടാകുന്നത്. മൂന്നാമത്തെ പാഠം, പ്രവൃത്തികളാണ് വാക്കുകളേക്കാൾ പ്രധാനം എന്നതാണ്. ഹെൻറി തൻ്റെ ബൈബിൾ വ്യാഖ്യാനത്തിൽ വെറും അറിവ് നൽകുക മാത്രമല്ല ചെയ്തത്, ഓരോ ഭാഗവും ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നും അദ്ദേഹം പഠിപ്പിച്ചു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോഴാണ് നമ്മുടെ വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്നത്, വിശ്വസ്തതയുണ്ടാകുന്നത്. നാലാമത്തെ പാഠം, പഠനം ഒരു ജീവിതയാത്രയാണ് എന്നതാണ്. പഠനം ഒരു ജീവിതയാത്ര. നിയമം പഠിച്ച ഒരു വ്യക്തിയാണ് മാത്യു ഹെൻറി, നമ്മൾ മുൻപേ ചിന്തിച്ചു. എങ്കിലും തൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ദൈവവചനം പഠിക്കുവാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ഉപയോഗിച്ചു. അറിവ് നേടുന്നതിന് പ്രായമോ ജോലിയോ ഒരു തടസ്സമല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. മരണം വരെ
അദ്ദേഹം തൻ്റെ രചനകൾ പൂർത്തിയാക്കാൻ ശ്രമിച്ചു. പഠനമെന്നത് ഒരു പരീക്ഷയിൽ വിജയിക്കുവാനുള്ള മാർഗമല്ല, ജീവിതം മുഴുവൻ തുടരുന്ന ഒരു യാത്രയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 5-ാമത്തെ പാഠം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, അല്ലെങ്കിൽ നിലപാടുകളിലെ സ്ഥിരത. ഒരു നോൺ കൺഫോമിസ്റ്റ് എന്ന നിലയിൽ മാത്യു ഹെൻറിക്ക് ഔദ്യോഗിക സഭയിൽ നിന്ന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ തൻ്റെ വിശ്വാസത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. സ്വന്തം മനസാക്ഷിക്കും ദൈവവിളിക്കും അനുസരിച്ച് ജീവിക്കുവാൻ അദ്ദേഹം എടുത്ത ധീരമായ നിലപാടുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ നാം ഭയപ്പെടരുത് എന്നതാണ്. ഒടുവിൽ അദ്ദേഹത്തിൽ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠം കൂടിയുണ്ട്. നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമല്ല. മാത്യു ഹെൻറി തൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ജീവിച്ചത്, തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിന് വേണ്ടിയും തൻ്റെ സഭയ്ക്ക് വേണ്ടിയും അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. അദ്ദേഹത്തിൻ്റെ രചനകൾ തലമുറകൾക്ക് വേണ്ടി അദ്ദേഹം നൽകിയ ഒരു സമ്മാനമാണ്. നമ്മുടെ കഴിവുകളും സമയവും നമ്മുടേത് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുമ്പോഴാണ് അതിന് യഥാർത്ഥ മൂല്യം ഉണ്ടാകുന്നത്. പ്രിയരെ, ഈ 6 പാഠങ്ങൾ മാത്യു ഹെൻറിയുടെ ജീവിതം നമുക്ക് നൽകുന്ന ശക്തമായ സന്ദേശങ്ങളാണ്. ജീവിത മാതൃകയാണ്, ശുശ്രൂഷ സഹായിയാണ്. ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ സഹായിക്കട്ടെ. ഒരു എഴുത്തുകാരൻ, ഒരു നല്ല പ്രഭാഷകൻ, ഒരു ചിന്തകൻ, ഒരു മനുഷ്യസ്നേഹി, മാത്യു ഹെൻറി തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിനായി സമർപ്പിച്ചു. ദുരന്തങ്ങൾ അദ്ദേഹത്തെ തളർത്താൻ ശ്രമിച്ചപ്പോൾ തൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അതിനെ അതിജീവിച്ചു. തൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം എഴുതിയ വ്യാഖ്യാനങ്ങൾ തലമുറകളോളം ആളുകൾക്ക് വെളിച്ചമായി മാറി. മാത്യു ഹെൻറിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസവും അറിവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: നിങ്ങൾ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ വചനം പഠിക്കുക. നിങ്ങൾ ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ വചനം പഠിക്കുക. പ്രിയരെ, സമയം സാക്ഷിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. സമയത്തിൻ്റെ പ്രശസ്തമായ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.